ഇസ്രായേൽ ഇറാൻ പോര് അതിന്റെ അതിർത്തികൾ കടന്നിരിക്കുകയാണ്. വലിയ യുദ്ധത്തിന് സമാനമായ സാഹചര്യമാണ് രണ്ട് രാജ്യത്തും നിലനിൽക്കുന്നത്. മറ്റു രാജ്യങ്ങൾ ഈ രണ്ട് രാജ്യങ്ങൾക്കും പിന്നിലായി പക്ഷം പിടിക്കുമ്പോൾ ആശങ്കയിലാണ് ലോകം. 70 കൊല്ലമായിട്ടുള്ള ബന്ധം ഇന്ന് കടിച്ചു കീറാൻ നിൽക്കുന്ന ശത്രുതയിലേക്ക് വഴിമാറിയെങ്കിൽ അതിന് പിന്നിൽ പല സംഭവ വികാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആദ്യം ഇരു രാജ്യങ്ങളും തമ്മിൽ ഗാഢമായ സൗഹൃദമുണ്ടായിരുന്നുവെങ്കിൽ പിന്നീടത് ശത്രുതയിലേക്ക് വഴിമാറുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ പാലസ്തീൻ വിഷയത്തിൽ ഇറാൻ ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ളയെയും ഹൂതികളെയും ഹമാസിനെയും ഉപയോഗിച്ച് നടത്തിയ നിഴൽ യുദ്ധങ്ങളിലെയും ഇറാന്റെ ആണവ മോഹങ്ങളും ഇസ്രയേലിന്റെ അറബ് ശത്രുതയും എല്ലാം ഇറാൻ ഇസ്രയേൽ ബന്ധം വഷളാക്കിയ ഘടകമാണ്. ഇസ്രയേൽ രാഷ്ട്ര രൂപീകരണം അംഗീകരിച്ച ചില മുസ്ലിം രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇറാൻ. കാലം ചെന്നപ്പോൾ ഇറാന്റെ ഭരണമാറ്റങ്ങളിൽ ഉണ്ടാക്കിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഇസ്രയേൽ ചങ്ങാത്ത സമീപനത്തിൽ മാറ്റമുണ്ടാക്കി എന്ന് കാണാൻ സാധിക്കും. 1947 ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചതിന് ശേഷം പാലസ്തീൻ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ച പ്രത്യേക സമിതിയിലെ 11 അംഗങ്ങളിൽ ഒന്നായിരുന്നു ഇറാൻ. 1948 ഇസ്രയേൽ രാഷ്ട്രം രൂപീകരിച്ചപ്പോൾ അംഗീകരിച്ച ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രണ്ടാമത്തെ രാജ്യമായിരുന്നു ഇറാൻ. ഇന്ന് ഇസ്രയേലുമായിട്ട് കൊമ്പ് കോർക്കാൻ മടിക്കാത്ത എല്ലാ ഇസ്രയേൽ ബന്ധങ്ങളും അവസാനിപ്പിച്ചുവെന്ന് പറയുന്ന തുർക്കിയായിരുന്നു ജൂതരാഷ്ട്ര രൂപീകരണത്തിന് അംഗീകരിച്ച മറ്റൊരു മുസ്ലിം രാഷ്ട്രം. ഇസ്രയേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോൾ അറബ് രാജ്യങ്ങൾ ആക്രമണം അഴിച്ചുവിട്ടു. മാസങ്ങൾ നീണ്ടുനിന്ന പോരാട്ടത്തിൽ ഒന്നാം അറബ് ഇസ്രയേൽ യുദ്ധത്തിൽ ഇസ്രയേൽ തന്നെ വിജയിച്ചു. ഈ യുദ്ധത്തോടെ UN അംഗീകരിച്ചതിനേക്കാൾ കൂടുതൽ പ്രദേശം ഇസ്രയേൽ പിടിച്ചെടുത്തു എന്നതാണ് സത്യം. ഇതോടെ ഇറാൻ നിലപാട് കടുപ്പിച്ച് ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇസ്രയേലിന്റെ പ്രവേശനത്തിനെതിരെ വോട്ട് ചെയ്തു. പക്ഷേ ബന്ധം ഉടൻ തന്നെ ചങ്ങാത്തത്തിലേക്ക് മാറി. 1950 മാർച്ച് 14 ഇറാൻ ഇസ്രയേലിനെ അംഗീകരിച്ചു. 1952 മുഹമ്മദ് മൊസാദക് ഇറാന്റെ പ്രധാനമന്ത്രി ആയതോടെയാണ് പാശ്ചാത്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് ഇസ്രയേലുമായുള്ള ബന്ധം വേണ്ട എന്ന് വെച്ചത്. പക്ഷേ 1953 അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പിന്തുണയോടെ ഇറാനിയൻ സൈന്യം മൊസാദിനെ അട്ടിമറിച്ചു. പാശ്ചാത്യ അനുകൂല നേതാവ് മുഹമ്മദ് റസ പഹ്ലവി അധികാരത്തിലിരുന്ന 1953 മുതൽ 1979 വരെ ഇറാൻ ഇസ്രയേൽ സൗഹൃദ രാഷ്ട്രം തന്നെ ആയിരുന്നു. സാമ്പത്തിക സൈനിക ബന്ധങ്ങൾ മാത്രമല്ല, രഹസ്യ അന്വേഷണ വിഷയത്തിൽ വരെ ഇരു രാജ്യങ്ങളും സഹകരിച്ചാണ് അക്കാലത്ത് പ്രവർത്തിച്ചത്. ഇസ്രയേൽ ഇറാന് ആയുധങ്ങൾ നൽകി, ഇറാൻ തിരിച്ച പെട്രോളിയം നൽകി. പക്ഷെ പിന്നീട് ബന്ധത്തിൽ വിള്ളലുകൾ വീഴുന്നതാണ് കണ്ടത്. പിന്നീട് ഏകാധിപത്യ ഭരണം ഇറാൻ ഇസ്ലാമിസ്റ്റ് വിപ്ലവത്തിന് വരെ കാരണമായി. 1979 ഇറാനി വിപ്ലവത്തിൽ പഹ്ലവി രാജവംശത്തിന്റെ പതനമുണ്ടായതോടെ ഇറാൻ ഇസ്രയേൽ ബന്ധം തകരുന്നതിന് ലോകം സാക്ഷ്യം വഹിച്ചു. ഷാ മുഹമ്മദ് റസെ പഹ്ലവിയെ അട്ടിമറിച്ച അയത്തുള്ള ഖമേനി ഇറാനിയൻ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിച്ചു. ഖമേനി ഇറാന്റെ പരമോന്നത നേതാവാകും മുൻപ് തന്നെ ഇസ്രയേലിന്റെ കടുത്ത വിമർശകനായിരുന്നു. ഇറാൻ പിന്നീട് ഇസ്രയേലുമായുള്ള ബന്ധം പൂർണ്ണമായും തകർത്തെറിഞ്ഞു. ഇസ്രയേലിനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചത് പിൻവലിക്കുകയും ഇസ്രയേലുമായുള്ള എല്ലാ നയതന്ത്രപരവും വാണിജ്യപരവും മറ്റ് ബന്ധങ്ങളും അവസാനിപ്പിക്കുകയും ചെയ്തു. ഇസ്ലാമിക വിപ്ലവത്തിന് പിന്നാലെ പാലസ്തീനുമായുള്ള ഇറാന്റെ ബന്ധം ശക്തമായി. ഇതും ഇസ്രയേലിനെ ചൊടിപ്പിച്ച ഘടകമാണ്. ഇസ്രയേലുമായിട്ട് ശത്രുത പുലർത്തിയിരുന്ന ഇറാന് പക്ഷേ ഇറാഖിന്റെ രംഗപ്രവേശനം വീണ്ടും ഇസ്രയേൽ സഹായം സ്വീകരിക്കേണ്ട അവസ്ഥയിൽ എത്തിച്ചു. ഇറാൻ ഇറാഖ് യുദ്ധസമയത്ത് പാലസ്തീൻ നേതാവ് യാസിർ അറാഫത്ത് സദാം ഹുസൈനെ പിന്തുണച്ചതോടെ പാലസ്തീനുമായുള്ള ബന്ധവും വഴിമുട്ടി. ഉപരോധത്തിൽ വലഞ്ഞിരുന്ന ഇറാന് ശക്തരായ ഇറാഖി സൈന്യത്തെ നേരിടാൻ ആയുധങ്ങൾ വേണ്ടി വന്നപ്പോൾ ശത്രുവായിരുന്ന ഇസ്രയേൽ തന്നെയാണ് സഹായഹസ്തം നീട്ടിയത്. 1980 മുതൽ 1988 വരെയുള്ള ഇറാന്റെ ഇറാഖ് യുദ്ധത്തിൽ ഇസ്രയേൽ ഇറാന് പിന്തുണ നൽകിയതാണ് പിന്നീടുള്ള സത്യം. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇറാനിയൻ വിപ്ലവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് 1982 ലബനൻ സ്ഥാപിതമായ ഷിയ സംഘടനയായ ഹിസ്ബുള്ള ഇറാന്റെ പ്രധാന സഖ്യകക്ഷിയായി. പിന്നാലെ പാലസ്തീന്റെ ഹമാസിനും ഇറാൻ ധനസഹായം നൽകി. ഇറാൻ പിന്തുണയോടെ ഭീകര ഗ്രൂപ്പുകളായി പ്രഖ്യാപിക്കപ്പെട്ട ഹിസബുള്ളയും ഹമാസും ഹൂതികളും പലയിടങ്ങളിലും സായുധ പോരാട്ടം ആരംഭിച്ചു. ഇതിന് ബദലായിട്ട് ഇറാൻ ഭരണകൂടത്തിനെതിരെ എതിർക്കുന്ന വിവിധ ഗ്രൂപ്പുകളെയും ഇസ്രയേൽ പിന്തുണച്ചു. പിന്നാലെ 1991 ഗൾഫ് യുദ്ധത്തോടെ ഇറാൻ ഇസ്രയേൽ ശത്രുത പൂർവാധികം ശക്തിയോടെ മറനീക്കി പുറത്തു വന്നു. പിന്നീട് ഒരിക്കൽ പോലും ഈ ശത്രുതയ്ക്ക് അല്പം പോലും മങ്ങലേറ്റിട്ടില്ല.